പിള്ളേരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണ്ടോ? മക്കളെ, നിങ്ങൾ അന്യനാട്ടില് ജനിച്ചു വളർന്നവരാ. ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലായിരിക്കാം. പക്ഷേ മന്ത്രവാദി പറയുന്ന അനുസരിക്കുക, അത് നിങ്ങളുടെ രക്ഷയ്ക്കാ. അല്ല, താല്പര്യം വിട്ടേക്ക്. പക്ഷേ ഇതിന്റെ ഭാവി ഭവിഷ്യത്ത് അപ്പാപ്പൻ അനുഭവിക്കേണ്ടി വരും. വരിക, നിക്കുക. നിക്കാൻ പറഞ്ഞു, ഇനി പോകാൻ ബലം പിടിക്കല്ലേ. ഉറങ്ങിക്കിടന്നവനെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പൂജയില്ലാന്ന് പറയരുത്. ഭട്ടതിരി ക്ഷമിക്കുക. എന്തിന്? കുട്ടികൾക്ക് ഇതൊന്നും ശീലമില്ലാത്ത കാര്യങ്ങളാ. എന്ത് കുളിക്കുന്നതാ? കുളത്തിൽ കുളിക്കുന്നതും മുലക്കച്ച കെട്ടുന്നതും ഒക്കെ. അണ്ടർസ്റ്റാൻഡ്? ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് ശീലിക്കുന്നത്. രുക്കു നിസ്സാരക്കാരിയല്ല. ഇവരിൽ പലരെയും അവള് കണ്ണ് വെച്ചിട്ടുണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? ഇന്നലെ രാത്രി എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്ത്? ചന്ദനയുടെ മുറിയുടെ മുമ്പിൽ ആജാനുബാഹുവായ ഒരു രൂപത്തെ. ഉവ്വ്. അതുകൊണ്ട് അങ്ങോട്ട് സമ്മതിക്കുക. ഞങ്ങളില്ലേ ഈ വേഷം കെട്ടിന്? എനിക്ക് സമ്മതോ. ഇവരും ഉണ്ടാവും. വെറുതെ ഒരു വാശിക്ക് ഉണ്ടാവും പറഞ്ഞാ പോരാ, ഉണ്ടാവണം. വിത്ത് കച്ച അവിടെ കാണാം. എണ്ണ. അയ്യോ, അതൊഴിക്കല്ലേ, അത് എണ്ണയല്ല. പിന്നെ പൂജ കഴിഞ്ഞ് 2 അടിക്കാൻ വേണ്ടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു ധൈര്യത്തിൽ അവലും മലരും കദളിപ്പഴവും കൂട്ടി അടിക്കണം.